ഇന്ന് 4th എഡിഷനിലേക്ക് എത്തുമ്പം വളരെ അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, ഓരോ വർഷവും KLIBF ശ്രദ്ധേയമാവുന്നു എന്ന് മാത്രമല്ല, KLIBFിലേക്കുള്ള പങ്കാളിത്തം കൂടി വരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ ജയ്പൂർ ലിറ്റററി ഫെസ്റ്റിവൽ, അതുപോലെ ലോകത്തുള്ള പല ലിറ്റററി ഫെസ്റ്റിവൽ, ഫ്രാങ്ക്ഫർട്ട് ഫെസ്റ്റിവൽ ഉൾപ്പെടെയുള്ള ലോകത്തെ പല ഫെസ്റ്റിവലോടും കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഫെസ്റ്റിവലായി KLIBFിനെ മാറ്റും എന്നായിരുന്നു ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതെങ്കിൽ, അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫെസ്റ്റിവലായി ഇത് മാറാൻ ചുരുങ്ങിയ കാലം കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചു എന്ന അഭിമാനകരമായ കാര്യം ഞങ്ങൾ ഈ ഘട്ടത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നു മുതൽ അടുത്ത ചൊവ്വാഴ്ച ഒരു 7 ദിവസമാണ് ഈ ഫെസ്റ്റിവലിലൂടെ സംഘടിപ്പിക്കപ്പെടുന്നത്. 300ഓളം സ്റ്റാളുകൾ, 200-നടുത്ത് പ്രസാധകന്മാർ, നിരവധി പുസ്തക ചർച്ചകൾ, പുസ്തക പ്രസാധനങ്ങൾ, ഇതെല്ലാം ഈ ഫെസ്റ്റിവലിനെ ശ്രദ്ധേയമാക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം എല്ലാ വൈകുന്നേരങ്ങളിലും ആസ്വദിക്കാൻ സാധിക്കുന്ന കൾച്ചറൽ ഇവൻറ്റും ഞങ്ങളുടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും കേരള ലിറ്റററി ലെജിസ്ലേച്ചർ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ ലോകത്തിനും ഇന്ത്യക്കും മാതൃകയായി മാറുന്നു എന്നുള്ളതാണ്. പുസ്തകങ്ങൾ വായന കുറയുന്നു എന്നൊക്കെ ഒരു ഭാഗത്ത് ചർച്ച നടക്കുമ്പോൾ തന്നെ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, ബുക്സ് ആർ ദ കാരിയേഴ്സ് ഓഫ് സിവിലൈസേഷൻ. വിത്തൗട്ട് ബുക്സ് ഹിസ്റ്ററി ഈസ് സൈലൻറ്റ്, ലിറ്ററേച്ചർ ഈസ് ഡംപ്, സയൻസ് ഈസ് ക്രിപ്പിൾഡ്. അതിന് സമാനമായി പുസ്തകങ്ങളില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഇൻ്റർനെറ്റ് ലിറ്ററേച്ചറും നോർമൽ ലിറ്ററേച്ചറും കമ്പാരിസൺ ചെയ്യുമ്പം നോർമൽ ലിറ്ററേച്ചർ തന്നെയാണ് അതിജീവിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇന്ന് ഇൻ്റർനെറ്റ് ലിറ്ററേച്ചർ ശക്തിപ്പെടുന്നു, പക്ഷേ ഇൻ്റർനെറ്റ് ലിറ്ററേച്ചർ ഒരിക്കലും ഇതിനെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല എന്ന് ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. AI ലിറ്ററേച്ചർ ശക്തിപ്പെടുന്നു, ഓതർലെസ് ബുക്കുകൾ വരുന്നു, ഓതേഴ്സ് ഇല്ലാത്ത പുസ്തകങ്ങൾ ഏറിക്കൊണ്ടിരിക്കുന്നു. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുക, പുതിയ തലമുറയെ വായനയിലേക്ക് തിരിച്ചുവിടുക തുടങ്ങിയ കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് കേരള നിയമസഭയ്ക്കുള്ളത്. ഞങ്ങളിത് തുടങ്ങാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച ഘടകം, യൂത്തിനിടയിൽ ഡ്രഗ്സ് അബ്യൂസ് കൂടിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് റീഡിങ് ഈസ് എൻ അഡിക്ഷൻ, വായനയാണ് ലഹരി എന്ന സെൻട്രൽ സ്ലോഗൻ മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഈ പുസ്തകോത്സവം ആരംഭിച്ചത്. ഞങ്ങളുടെ പുസ്തകോത്സവത്തിന് നല്ല പിന്തുണ എല്ലാ ഭാഗത്തും ലഭിച്ചു എന്ന് മാത്രമല്ല, സർക്കാർ നല്ല പിന്തുണ നൽകി, ഗവൺമെൻറ്, മുഖ്യമന്ത്രി നല്ല പിന്തുണ നൽകി, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നല്ല പിന്തുണ നൽകി. എല്ലാ അർത്ഥത്തിലും ഗവൺമെൻറ്റും പ്രതിപക്ഷവും നല്ലതുപോലെ ഞങ്ങൾക്ക് എല്ലാ പിന്തുണയും പിൻബലവും നൽകിയത് കൊണ്ട് തന്നെയാണ് ഈ പുസ്തകോത്സവം ഏറ്റവും ശ്രദ്ധേയമായ പുസ്തകോത്സവമായി മാറിയത്.